ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യത്തെ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ മറക്കല്ലേ. ഇത്തിരി ബീഫ് കഴിച്ചോണ്ട് മൂപ്പര് വിളിക്കില്ല എൻ്റെ അമ്മച്ചി. നമ്മൾ നസ്രാണികള് ബീഫും പോർക്കും ചിക്കനും ഇത്തിരി സ്മോളൊക്കെ അടിച്ച് സന്തോഷമായിട്ടിരിക്കണല്ലേ കർത്താവിന് ഇഷ്ടം. എന്റെ കർത്താവേ, എനിക്ക് വയ്യായെന്ന് പറഞ്ഞ് മൂപ്പർ കലമ്പുണ്ടാക്കുന്നവരോട് കർത്താവ് പറയും, നീ അവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടണ്ട, നേരത്തെ ഇങ്ങോട്ട് പോരെയെന്ന്. കഴിക്കാം. ചെറുതാക്കി മുറിച്ചിട്ടുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്. ഇതൊരു പാത്രത്തിലിട്ടതിന് ശേഷം ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് വലിയ ജീരകം, കുരുമുളക് പൊടി, ഉലുവയും കറിവേപ്പില, പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കുക. അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒരു 6 7 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇത് നല്ലപോലെ കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് എരിവിനനുസരിച്ച് കുരുമുളകും പൊടിയും കൂടി ചേർത്തി കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കണ്ട, എരിവിനനുസരിച്ച് ചേർത്തി കൊടുത്താൽ മതിയാകും. എന്നിട്ട് കൈയെടുക്കാതെ നല്ല പോലെ അതൊന്ന് വറ്റിയെടുക്കുക. അതിൻ്റെ ബീഫിൻ്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് ബീഫ് ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്കും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.